ഇങ്ങനെ കാണ്ട് സഹിതം വരുള്ളൂ. ഞാനിങ്ങനെ ബൈബിളിൻ്റെ അകത്ത് വെച്ചേക്കും. എല്ലാ വർഷവും മനോഹരമായ വേഴ്സൊക്കെ ഇട്ട് ഞാൻ ആദ്യം ഒരു വചനം വായിക്കട്ടെ. ഇന്ന് എനിക്ക് രാവിലെ ഞാൻ ഒരിക്കലും സങ്കീർത്തനമൊന്നും വായിക്കുന്നില്ല. കർത്താവ് നഗരം കാക്കുന്നില്ലേ, കാവൽക്കാർ ഉണർന്നിരിക്കുന്ന വൃത്തം. അതിരാവിലെ എഴുന്നേക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിക്കുന്നതും വൃത്തമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. എന്നോട് പണ്ടേ പറഞ്ഞ് ഞാൻ ഈ വചനം കേട്ട് സന്തോഷിച്ച എൻ്റെ ദൈവം എന്നെ അങ്ങനെ അനുഗ്രഹിച്ചേക്കണേ കേട്ടോ. ഞാൻ ഒത്തിരി കഠിനാധ്വാനം ഒന്നും ചെയ്യാറില്ലോ. കർത്താവിൻ്റെ ദാനമാണ്. ഇത് കേട്ടിട്ടാരും കഠിനാധ്വാനം ചെയ്യാണ്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ദൈവത്തിനെ ആശ്രയിക്കണം എന്ന് അതിൻ്റെ അർത്ഥം. പ്രയത്നിക്കാണ്ട് ഉറങ്ങിയ അങ്ങനെയെന്ന് ഓർത്ത് തെറ്റിദ്ധരിക്കരുത്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് അവനായി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗരകവാടത്തിൽ വെച്ച ശത്രുക്കളെ നേരിടുമ്പോൾ അവൻ ലജ്ജിക്കേണ്ടി വരികയില്ല. 128 സങ്കീർത്തനത്തിന്റെ ഒന്നുകൂടെ ഓർക്കണം. യഹോവയായ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതാട്ടോ എനിക്കിന്ന് കിട്ടിയ വചനം. അപ്പോൾ ആ വചനം നമ്മൾ ദൈവത്തെ ഓർക്കണം. ദൈവത്തിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എനിക്ക് ഈ ഭാഗ്യമെല്ലാം യേശുവിനെ ആശ്രയിച്ചിട്ട് കിട്ടിയതാ. ഈ കടയിലെ സ്റ്റാഫ് അവരെല്ലാം ഇങ്ങനെ സ്റ്റാഫൊന്നുമില്ല കേട്ടോ. ഞങ്ങളെല്ലാം ഒരു വീട്, മക്കള് ഒക്കെ എല്ലാം ഒരു കുടുംബം പോലെയാണ്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല. അതെല്ലാം പണ്ട് മുതലേ എല്ലാവരും പറയാറുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഇടിച്ചു മാറ്റിയിട്ട് എല്ലാവരും കൂടെ ഇറച്ചി മുൻപിൽ കയറും. അപ്പോൾ പറയും ഓരോരുത്തരും നിങ്ങൾ എൻ്റെ ആ സുന്ദരിച്ചിയുടെ സ്ഥാപനത്തിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ കാണിച്ചു. നിങ്ങളെ ഒരു കമ്പനിയുടെ എന്തൊരു പ്രശ്നത്തിന് എന്നെ മാറ്റിയിട്ട് ഇവിടുത്തെ സ്റ്റാഫെല്ലാം മുന്നിൽ കയറി അവരുമായിട്ട് എന്തോ സംസാരിച്ചു. അവർക്ക് ഇതൊരു മഹാ അത്ഭുതമായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ നിൽക്കുവാർന്നോ എന്ന് ചോദിച്ചത്. അങ്ങനെ മഹാഭാഗ്യം കിട്ടി. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും ഉള്ളവരും എല്ലാം ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെ കൊണ്ട് യേശുവിനെ എന്നെ അനുഗ്രഹിച്ചേക്കണേ. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല സ്വഭാവമാകാൻ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായ പോരാ, യേശുവിനെ പോലെ തന്നെയാകണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളത് എനിക്ക് ബർത്ത്ഡേ വിഷയമായിട്ട് ആ പ്രാർത്ഥനയിൽ ഓർക്കണം. അപ്പം മുറിച്ചു ഇച്ചിരി തോണ്ടി തന്നാൽ വെച്ചാൽ മതി. എല്ലാവരും കൂടെ തോണ്ടി തന്നെ അപ്പടിങ്ങനെ ഞാൻ തിന്നുമ്പോൾ God bless you. നല്ല രുചിയുണ്ട് ഇന്ത്യൻ ബേക്കറിയുടെ മത്സ്യം പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ബേക്കറിയുടെ കേക്കിന്റെ ആരാധികയാണ്. അതുകൂടെ വെച്ചിട്ടുണ്ട് കൊടുക്കാനേ. ബേക്കറിയുടെ കേക്ക് എന്നാ ടേസ്റ്റാണെന്ന് പറയാം. എല്ലാരും തന്നോ? ഞാനും തരാം. ഓടി വാ സൂസൻ. നിമ്മി വാ. മൊബൈൽ മേടിച്ച രേഷ്മ വാ. സാരി വന്നില്ലേ? വേണ്ട വേണ്ട എല്ലാം എന്താ ഇതൊരു സുഖാണ്. വായ വെച്ചേരാ. മുഖം ക്യാമറ നല്ല ടേസ്റ്റ്. അതാണ് കുഴപ്പമില്ല. അത്ര എടുക്കണ്ടോ? കടയുടെ ഉള്ളവർ പെട്ടുപോയി. കട അടച്ചിട്ട് പോരാൻ പറ്റില്ല.
അപ്പാമ്മയുടെ ഏറ്റവും റൈറ്റ് ഹാൻഡ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് പൗലോ റൈറ്റ് ഹാൻഡ്. Thank you, God bless you. എന്താ പൗലോ? അപ്പാമ്മക്ക് എന്താ പൗലോ മേടിച്ചോണ്ട് വന്നേ? എന്നതാ? ഉയ്യോ, അടിപൊളി. Thank you, പൗലോ. God bless you. Thank you. ഇഷ്ടപ്പെട്ടോ? ഇത് പറയും. ഹാപ്പി ബർത്ത്ഡേ. ആരാ പൗലോ? എല്ലാം അറിയാം. ധാരാ മോൻ. കുഞ്ഞുവല്ലോ. അപ്പൊ അമ്മയ്ക്ക് തിന്നേ. ഇതെടുത്ത് തന്നേ. ഓരോ കുഞ്ഞ് വായിച്ചു. എന്ത് ടേസ്റ്റ് ആണോ! ഓ ഹാപ്പി ബർത്ത്ഡേ. ഒരു മോനെ ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞാവേ